ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞങ്ങൾ ലൂട്ടൺ എയർപോർട്ടിലാണ്. ഞങ്ങൾ ലൂട്ടൺ എയർപോർട്ടിൽ നിന്ന് അന്താലിയ എയർപോർട്ടിലേക്ക് ഇന്ന് ട്രാവൽ ചെയ്യുകയാണ്. ഇത് ജിസ്മോൻ, ജിജു, അനൂപ്, എൽദോ. Trip for every time I told her that their love was too strong. There's no way to tell who's real and who's not. Baby, it's so much harder when your body's hot. She says that love is just a game, but so it seems that many circles. Lonely. Love will make you lonely in the eyes of this day. Ooh, oh, there's no way to tell who's real and who's not. She said. അങ്ങനെ പതുക്കെ ഫ്ലൈറ്റിലോട്ട് കയറാനുള്ള വെയിറ്റിങ്ങിലാണ്. What makes the world go round? നമ്മളങ്ങനെ ലൂട്ടൺ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുമായിരുന്നു. അറൗണ്ട് 4 മണിക്കൂർ സമയമെടുക്കും നമ്മൾ അന്താലിയ ചെല്ലാനായിട്ട്. ചെറിയ 4 മണിക്കൂറെ ഞങ്ങളെങ്ങനെ തീർക്കുമെന്നുള്ളൊരു വിഷമത്തിലും വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ പോകാമെന്നുള്ള വിചാരിച്ചിരിക്കുന്നു. ഇതുപോലെ പ്ലാൻ ചെയ്തതനുസരിച്ച് തന്നെ കറക്റ്റായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി. ജിജു, ആകർഷകമായിട്ടുള്ള കാര്യം എന്താണ് ഈ ടർക്കി ട്രിപ്പിൽ? വാസ്തവമായ അവലോകനം പറയുകയാണെങ്കിൽ ഏറ്റവും ആകർഷണീയമായുള്ളത് നമ്മൾ 5 പേര് ഫ്രണ്ട്സ് പോകുന്നതാണ് ഏറ്റവും ആകർഷണീയമായ ഒരു കാര്യം. വിസിറ്റ് ചെയ്യുക, അവിടുത്തെ കൾച്ചർ കാണുക, അവിടുത്തെ ഭക്ഷണങ്ങൾ ആസ്വദിക്കുക, അവിടുത്തെ ജീവിത രീതികൾ കണ്ടുപഠിക്കുക, ഇതൊക്കെയാണ്. സോ നമ്മളെ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തു. ഇതാനൂപ് നമ്മളിപ്പോൾ ജസ്റ്റ് കളിച്ചെടുത്തതുള്ളൂ. 4 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ അന്താലിയ എയർപോർട്ടിൽ വന്ന് വെയിറ്റ് ചെയ്യുവാണ്. ഇവിടെ കാർ റെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ അന്താലിയ വന്ന് അപ്പം ഞങ്ങൾ കാർ റെൻറ്റിന് എടുക്കാനായിട്ട് റെൻ്റ് കൊടുക്കുന്ന സ്ഥലത്ത് വന്നേക്കുവാണ്. ഹലോ കാർ ആണ് ഇതിൻ്റെ പേര്. അപ്പം ജിജു റെസ്റ്റ് എടുക്കുന്നു. ജിജു താക്കോൽ ദാനത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. തിരിച്ച് ഹോട്ടലിൻ്റെ അടുത്ത് വന്നേക്കുവാണ്. നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ഇത് എവിടെയായിട്ടാണ്. പാർക്കിങ് നമ്മളത് തിരക്കണം. അപ്പോൾ വണ്ടി നമ്മൾ റെൻറ്റിനെടുത്ത വണ്ടി ഇവിടെ ഇതാണോ ഈ വണ്ടി. അപ്പം ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഹോട്ടലിൽ പോയി തിരക്കി അവർക്ക് പാർക്കിംഗ് ഉണ്ടോ, റൂം എങ്ങനെയാണ്ടൊക്കെ നോക്കിയിട്ട് അപ്പം നമുക്ക് തിരിച്ചു കാണാം. ഓക്കെ, റൂമിലെത്തി, പാർക്ക് ഹോട്ടലിലെത്തി. ഞങ്ങൾ വലിയ കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് റൂം കാണിക്കാം. ഇത് 2 റൂം, 2 റൂമിൻ്റെ ഒരു റൂമും, ഓക്കെ, രണ്ടാമത്തെ ഒരു റൂം. അതുപോലെ തന്നെ വേറെ ഇത് ടോയ്ലറ്റ്. അതുപോലെ തന്നെ അപ്പുറത്ത് നമ്മൾ വേറെ റൂം കൂടെ ഉണ്ട്. അപ്പം 3 പേർക്കുള്ള റൂം ഇതും 2 പേർക്ക് അപ്പുറത്തും അങ്ങനെയാണ് റൂം സെറ്റ് ചെയ്തേക്കുന്നത്. ജിസ്മോൻ മേ ബി വെരി ഹാപ്പി ആയിരിക്കും. അങ്കമാലി സ്വാഗത ടൂറിസ്റ്റ് ഹോം ഇതിൽ നല്ലതാണ്. ഓക്കെ, അനുവിന്റെ അഭിപ്രായം എന്താണ്? നാട്ടിൽ പോയൊക്കെ ഇത് സെറ്റപ്പ് പുറത്തൊക്കെ കണ്ടപ്പോൾ കുറേ കാലത്തിനുള്ളിൽ നാട്ടിൽ പോകാത്തതിൻ്റെ ഒരു വിഷമം മാറി എന്ന് വിചാരിച്ചു. ജോലിയിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് ഞാൻ. കാലാവസ്ഥ എങ്ങനെയുണ്ട്? നാട്ടിൽ വന്ന ഒരു അവസ്ഥയാണ്. ഒരു ചൂട്, പൊടി, ഹോൺ അടിക്കുന്ന വണ്ടികൾ, നിയമം പാലിക്കാത്ത വണ്ടികൾ, വളരെ മനോഹരമായ ആചാരങ്ങൾ. ആലുവ ലോറിപ്പാളയത്ത് ചെന്നൊരവസ്ഥയാണ്. जाना मुख जाना कोई
നിങ്ങൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ഇവിടെ ടർക്കിയിൽ അന്താലിയിൽ വന്നാൽ മിക്ക റെസ്റ്റോറൻറ്റും ഒരു 11 മണിയാകുമ്പോൾ അടയ്ക്കും. അപ്പോൾ ഒരു നമ്മുടെ കബാബൊക്കെ വിൽക്കുന്ന ഒരു നോർമൽ ഒരു ഷോപ്പിൽ കയറി ഇതിങ്ങനെയാണ്. അപ്പം ഞങ്ങൾ കയറി ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പം എല്ലാവരും ഒന്ന് കാണുക. ഇനി ആദ്യത്തെ ഒരു ബൈറ്റ് എടുക്കുന്നത് എൽദോയാണ്. എൽദോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത് കഴിച്ചിട്ട്? ടേസ്റ്റാണ്. ഓക്കെ, നമ്മളങ്ങനെ ടർക്കിയിലെ 2ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ഡേ എന്ന് പറയാം. കാരണം ഇന്നലെ നൈറ്റ് വന്ന് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, പുറത്ത് പോയി ഒന്ന് ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ മോർണിംഗ് നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് ഇപ്പം ചെക്കൗട്ട് ചെയ്യുവാണ്. എന്നിട്ട് നേരെ താഴെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അത് ബുക്കിങ്ങിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. ആ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ നേരെ പാമക്കൽ ഡെൻസിൽ പാമക്കലെ കാണാനായിട്ട് പോയിട്ടാണ് പ്ലാന്. ഏകദേശം ഒരു നാട്ടിലേക്ക് ഒരു സെറ്റപ്പാണ്. നമ്മൾ എന്നാ പറയുന്നത്, കൊച്ചിയൊക്കെ കാണുന്ന കൊച്ചിയിലേക്ക് പോലെയോ അല്ലെങ്കിൽ നാട്ടിലെ ഒരു രീതിയാണ് കാണുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ജിസ്മോൻ മാത്രമാണ് ഇവിടെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഫിനിഷ് ചെയ്യാനുള്ള തന്ത്രപ്പാടിലാണ്. ഇത് 3ാമത്തെ ട്രിപ്പാണ് ജിസ്മോൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് കഴിച്ചിട്ട് ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് നമ്മുടെ പ്ലേറ്റിൽ. അതല്ലാതെ താങ്കൾക്കൊരു ചായ നല്ല അടിപൊളി ചായ. അറിയാൻ മേലാത്ത രാജ്യത്ത്, അറിയാൻ മേലാത്ത ഭാഷ, അറിയാൻ മേലാത്ത ഹോട്ടൽ, അറിയാൻ മേലാത്ത വണ്ടി, അറിയാൻ മേലാത്ത ഗിയർ പിടിക്കുന്നത്. ഇവിടെ പാമക്കൽ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പോഴേക്കും ഇച്ചിരി ഒരു ടൗൺ ഏരിയ ആണ്. ഞങ്ങൾ വന്ന സ്ഥലം മൊത്തം ഒരു ഭയങ്കരമായിട്ട് ഡെസേർട്ട് പോലത്തെ ഒരു ഏരിയ ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇച്ചിരി ടൗണാണ്. ജസ്റ്റ് എന്ന ടൗണെന്ന് ഞങ്ങൾ ചുറ്റി കാണിക്കാം. അപ്പോൾ ഇവിടെ ഒരു ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട്, അതൊന്ന് തപ്പി പോവാണ്. റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ കയറിയേക്കുവാണ്. ജസ്റ്റ് മെനു ഒക്കെ ചെക്ക് ചെയ്യുകയാണ്. എല്ലാം ടർക്കിഷിലാണ്. അതുകൊണ്ട് സാധനം ഓർഡർ ചെയ്യാനായിട്ട് ഒരു വിഷമമില്ല, വളരെ ഈസിയാണ്. നമ്മളങ്ങനെ അന്താലിയയിൽ നിന്ന് നമ്മൾ പാമക്കലിലെത്തിയേക്കുവാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലം ഇതാണ്. നല്ല സ്ഥലമാണ്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ ഫുൾ അക്കോമഡേഷൻ നമ്മുടെയാണ്. വേറെ എനിക്കൊന്ന് രണ്ട് ബെഡ്റൂമും കിച്ചനും എല്ലാം ഉണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന പാമക്കൽ എന്ന് പറഞ്ഞ സ്ഥലം വളരെ അടുത്താണ്. अपनी डायरी सी मैं
लगी हूँ तेरे बाजू में. നമ്മളങ്ങനെ നമ്മുടെ ഡ്രീംസ് ഇന്നത്തെ ടർക്കിയിലെ ഡ്രീം സ്പോട്ടായ പാമക്കരയിൽ നമ്മൾ എത്തിക്കുകയാണ്. ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. നമുക്കിനി ഒരു ഹാഫ് ആൻ അവർ ഉള്ളൂ. 6 o'clock മ്യൂസിയം അടിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ അവിടെ ചെന്ന് ഇവിടെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും നിൽക്കാം. ഇത് 8 മണി വരെയാണ് ക്ലോസിംഗ് ടൈം അവർ പറയുന്നത്. എന്നാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷേ മ്യൂസിയം അവർ അറൗണ്ട് 7 o'clock അടയ്ക്കും. അപ്പോൾ ഞങ്ങൾ മ്യൂസിയം ആദ്യം പോയി കണ്ടുവച്ചിട്ട് ഞങ്ങൾ ഇതൊന്നും കൂടെ എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ള വിചാരത്തിലാണ് പോകുന്നത്. फासलों का सिलसिला है दर्द जिगर का ये सबब हमको मिला है. बेताबियों ने हमको चूर कर दिया है पास आने पे നമ്മളങ്ങനെ ടൈം ലിമിറ്റ് ആണെങ്കിലും നമ്മൾ ഹെറപ്പോളിസ് മ്യൂസിയത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ पास आने पे मजबूर कर दिया है. तेरे बिन रात कटती नहीं है तेरे बिन प्यास मिटती नहीं है तेरे बिन दूरी घटती नहीं है तेरे बिन आशिक बनाया आशिक बनाया आशिक बनाया अपने आशिक बनाया आशिक बनाया आशिक बनाया अपने. तेरे बिन सोनी सोनी है बाहें तेरे बिन प्यासी प्यासी निगाहें तेरे बिन असर मेरी आहें तेरे बिन लम्हा लम्हा सताए तेरे बिन बेकरारी जलाए तेरे बिन चैन मुझको ना आए तेरे बिन. കാലേക്കറിയ ലവദിക്ക ത്രിപ്പോളി സ്വർണത്തിൻ്റെ സംഭവമൊക്കെയാണ്. പുല്ല് മാന്തി കൂജ നമ്മുടെ പഴയ കൂജകൾ അങ്ങനെ മനസ്സിലിട്ട് പിന്മാറുകയാണ് ഹെയറോപോളിസ്. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞോ ഞാൻ ബാക്കിയുള്ള സമയം നീ കേട്ടു മ്യൂസിക് നമ്മുടെ ഒരു ഫോട്ടോ എടുത്തിടാ ഇതൊക്കെ എടുക്കാതെ. അത് അച്ചാറിട്ടുണ്ടോ? പക്ഷേ അന്നേരം അതിൽ വൈനുണ്ടോ നോക്കുകയാണ്. I'll fight sleep with ammonia. And every morning we fight so red. I miss them for the tears they shed. But I'm actually good, can't help it if we're tilted. I am actually good, can't help it if we. I am actually good, can't help it if we're tilted. I am actually good, can't help it if we're tilted. I miss brothels and mended souls. Trample over beauty while singing their thoughts. I match them with my euphoria.
essaie, je suis plus folle que toi. But I'm actually good, can't help it if we're tilted. I am actually good, can't help it if I am actually good, can't help it if we're tilted. I am actually good, can't help it if we're tilted. L'eau et la manne, on est de sortie. Pire qu'une simple moitié, on compte à demi-demi. Pile sur un des bas-côtés comme des origamis. Le bras tendu pareil cassé, tout n'est qu'épié et clié. Ces enfants bizarres, crachés dehors comme par hasard, cachant l'effort dans le griffoir. Et une creepy song en étendard qui fait I'm doing my face with a magic marker. I'm in my right place, don't be a downer. I'm doing my face with a magic marker. I'm in my right place, don't be a downer. I am actually good, can't help it if we're tilted. തിരിച്ച് പയ്യെ ഇറങ്ങുകയാണ്. എല്ലാം നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. നല്ല എൻജോയ് ചെയ്ത് ഏറ്റവും വലിയ അതിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര അടിപൊളിയായിട്ട് ലേറ്റ് ആയിട്ട് പോയിട്ട് ഒത്തിരി ഡ്രൈവ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ അക്കോമഡേഷൻ ഇവിടെ തൊട്ടടുത്താണ്. നമുക്ക് അവിടെ നിന്നുകൊണ്ട് നമുക്ക് കാണാം. ഞങ്ങളുടെ ഒരു പ്ലാൻ പറഞ്ഞു പോയി ആ ടൗണിലൊക്കെ ഒന്ന് ഇറങ്ങി ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പ്ലാന്. അപ്പം നല്ല അടിപൊളി ട്രിപ്പാണ്. എല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യുക. எண்ணம் திரழுது கனவில், வண்ணம் திரழுது நினைவில், கண்கள் இருளுது நனவில். என்னமோ ஏதோ முட்டி முளைக்குது மனதில், வெட்டி எறிந்திடும் நொடியில், முட்டு அவிழுது கொடியில். സംസാരം നീ അങ്ങനെ സംസാരിച്ചെടുക്കുന്ന ഭാഗമല്ല, അത് ബാക്കിയെല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് നമുക്കത് വീണ്ടും നമുക്ക് എഡിറ്റ് ചെയ്ത് மின்னி மறையுது விழியில், அண்டி அகலுது வழியில், சிந்தி சிதறுது வெளியில். என்னமோ ஏதோ சிக்கி தவிக்குது மனதில், ரெக்கை விரிக்குது கனவில், விட்டு பறக்குது தொலைவில். ஏனோ குவியமில்லா குவியமில்லா ஒரு ഒരു ചെറിയ കേവാണുള്ളത്. നമുക്ക് ഏകദേശം 6 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഓക്കെ, അപ്പം 25 ടർക്കിഷ് ലീറ പൈസ കൊടുക്കണം. ഷൂ ഒരു കൈ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങളെ കണ്ടപ്പോഴേ അവർക്ക് മതിയായി കാണുമായിരിക്കും. എന്തുകൊണ്ട് ഒരു ഷൂറെന്ന് പറഞ്ഞിട്ടുണ്ട്. காற்றில் பட்டு பட்டு கெட்டு போனே, பக்கம் வந்து நிற்கும் போது திட்டமிட்டு எட்டி போனே. நெருங்காத பெண்ணே எந்த நெஞ்செல்லாம் நஞ்சாகும், அழைக்காத பெண்ணே எந்த நச்சங்கள் அச்சாகும். சிரிப்பால் என்னை நீ சிதைத்தாய் போதும். ஏதோ எண்ணம் திரழுது கனவில், வண்ணம் பிறழுது நினைவில், கண்கள் இருளுது நனவில்.
ഇതൊരു ഫേമസ് പ്ലേസ് അല്ല പാമക്കൽ പോലെ. എനിക്ക് മിസ്സാവണമെങ്കിൽ അതൊരു നഷ്ടം തന്നെയായിരുന്നു. നമ്മൾ തപ്പിപ്പിടിച്ച് എന്തായാലും മിസ്സായിരുന്നു. പാമക്കൽ വരുവാണെങ്കിൽ കാണാൻ പറ്റിയ സ്ഥലം. പ്രത്യേകിച്ച് നമ്മൾ പാമക്കൽ വരുന്നവര് ഇത് മിസ് ചെയ്യല്ലേ. ഇത് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ പോയ രണ്ട് കാര്യങ്ങളിലും നല്ല സന്തോഷത്തോടെ കണ്ടു. മനസ്സിന് നല്ല സംതൃപ്തി വരുന്ന കാഴ്ചകളും. ഇവിടെ നിന്ന് പാമക്കലിൽ നിന്ന് അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. അത് ഇച്ചിരി ഒരു ഡ്രൈവ് ഉണ്ട്. അത് തന്നെ ഞങ്ങൾ അവിടെ എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, Naughty look with the tendala, lady looking like a Cinderella, Cinderella. Yenne vattam medam vanilla, lady looking like a Cinderella, Cinderella. Naughty look with the tendala, lady looking like a Cinderella, Cinderella. Yenne vattam medam vanilla. Sutti sutti unnai thedi, vizhigal alayum avasaramenu, satta sattane. Vannam thiraludhu ninaivel, கண்கள் இருளுது நனவில். ஓஹோ ஏதோ முட்டி முளைக்குது மனதில், வெட்டி எறிந்திடும் நொடியில், மொட்டு அவிழுது கொடியில். ஏனோ കുവിയമില്ല ഒരു കാഴ്ച പേഴയോ. ഈ കേവിൻ്റെ ലെജൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് മുടിയും താടിയും ഉണ്ടാകും. എന്തോ വന്നത് എന്തായാലും മുതലാണ്. എനിക്ക് തോന്നുന്നത് ഇത് ബിബിനെ സിബിനൊക്കെ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് വന്നതാണ്. ഒരു കാഴ്ച പേഴയോ, അரை മനതായി പിടിയത് എൻ കാലേ. അപ്പം ആൾക്കാർ വിശ്വസിക്കാൻ തുടങ്ങി ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടിയും താടിയും വളരും. ഒരാഴ്ച ഞാൻ അതിനകത്ത് ഇരിക്കണം. ഒരാഴ്ച ഇരിക്കണം. You gotta go and get angry at all of my honesty. You know I try but I don't do too well with apology. എൻ്റെ സ്ഥലത്തിന് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒക്കെ നോ പ്രോബ്ലം. നല്ലതാണ്. ഇവിടെ കാലാവസ്ഥ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ കാണാൻ പക്ഷെ ഡ്രൈവ് ഇച്ചിരി ലോങ് ആയിരുന്നു അവിടുന്ന് അല്ലേ. അത്ര വലിയ നല്ല ഡിഫറെന്റ്. ആദ്യം ഞങ്ങളിന്ന് നിരാശപ്പെടുത്തിയെങ്കിലും ആ സ്പോട്ടിലെത്തിയപ്പോൾ സൂപ്പറായിരുന്നു. What's your expression to the today's view? ഞങ്ങൾ ഇതുവരെ നിരാശപ്പെടുത്തിയിട്ടില്ല. എല്ലാ സ്ഥലങ്ങളും ഒന്നും മിസ്സായിരുന്നു. ജിയോളജിക്കലായി താല്പര്യമുള്ളവർക്ക് ഉറപ്പായി വന്ന് ഡ്രൈവ് ഇച്ചിരി ലോങ് ആയിരുന്നു അല്ലേ. ടർക്കി വന്ന് എന്തെങ്കിലും കാണാനാണല്ലോ. നല്ല അടിപൊളി ഡ്രൈവ് ആയിരുന്നു. വലിയ ഒന്നുമല്ല, എക്സ്പീരിയൻസ് ആയിരുന്നു. പാമക്കലിൽ നിന്ന് അന്താലിയ പോകുന്ന റൂട്ടിൽ ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് കഴിക്കാൻ കയറിയതാണ്. എല്ലാവരും വിശന്ന് ഉപ്പാട് തീർന്ന് ഇരിക്കുന്ന സീനാണ്. ചീച്ചായാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ബ്രെഡൊക്കെ റെഡിയാക്കുന്ന വെച്ച് അവിടെ ഫുഡൊക്കെ ചൂടാക്കി വെക്കുന്ന. നമ്മൾ അടുത്ത സ്ഥലമായ അക്കിപ്പായം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ഒരു ചെറിയ തടാകമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ കണ്ടത്. ഇവിടെ ഒരു ടർക്കിയുടെ വലിയ കൊടിയൊക്കെ തൂക്കിയിട്ടുണ്ട്. അപ്പം പോയി ഞങ്ങൾ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കട്ടെ.
ടൂർ നടത്താൻ പറ്റില്ല. ഒരു ഭാഗത്തുള്ള അവർ ക്ലോസ് ചെയ്തതാണ്. എൻട്രാണെന്ന് തോന്നുന്നു. എൻട്രി ടിക്കറ്റ് അവർ ക്ലോസ് ചെയ്തേക്കാണ്. അപ്പോൾ ഫുൾ നമുക്ക് കാണാൻ പറ്റുന്ന കാരണം ഒരു ചാർജ് എടുക്കുന്നില്ല. പക്ഷെ നമുക്ക് ഫുൾ ടൂർ പറ്റത്തില്ല. പക്ഷേ കണ്ടതിനത്രയും വളരെ മനോഹരമായ സ്ഥലമാണ്. തപ്പിയവരാണെങ്കിൽ ഉറപ്പായിട്ടും കൊണ്ട് ആദ്യ സ്ഥലമാണ്. ലാസ്റ്റ് ദിവസമാണ്. ഞങ്ങൾ രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഒരു ചെറിയ മോർണിംഗ് വാക്കിനും വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ പ്ലാൻ ഞങ്ങൾ കേബിൾ കാർ വിസിറ്റ് ചെയ്യാനും അതിൽ റൈഡ് ചെയ്യാനുമായിട്ട് പോകാനുള്ള പ്ലാനാണ് ഇന്ന്. चेहरा तेरा हंसता तो है, आंखें मगर खुश क्यों नहीं, कौन समझे दर्द तेरे, कौन तुझको. മൗണ്ട് ഒളിമ്പസ് കേട്ടിട്ടുണ്ടോ? മൗണ്ട് ഒളിമ്പസ് അത് കണ്ടുപിടിച്ചല്ല. പണ്ടത്തെ റിലീജിയനിൽ അവരുടെ ദേവന്മാരെല്ലാം മൗണ്ട് ഒളിമ്പസിന് മുകളിലാണ് താമസിച്ചത്. സിയൂസ്, പൊസൈഡൻ, ഹെഫെസ്റ്റോസ്, അവിടെയാണ് ദൈവങ്ങളുടെ സ്ഥലം അവിടെയായിരുന്നെന്നാണ് പറയുന്നത്. 10 വർഷം മുമ്പ് എന്താ നടന്നത് അറിയാൻ പറ്റാത്തവരോടാണ് BC-യിലെ കാര്യങ്ങൾ. ഇത് ചരിത്രപരമായ ഒരു ഇതല്ല, ഇത് ഒരു ലെജൻഡ് അല്ലേ, ഒരു മിത്തോളജി അല്ലേ. ഗാന്ധി ശരിക്കും ജീവിച്ചിരുന്ന ആളാണെന്ന് ചോദിച്ചാൽ ടർക്കി ട്രിപ്പിന്റെ 3-ാം ദിവസം ലാസ്റ്റ് ഡേ. യെസ്. മൗണ്ട് തഹ്താലി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒരു കേബിൾ കാർ വിളിച്ച് 10 മിനിറ്റ് ഏകദേശം ഡ്രൈവ് ഉണ്ട്. 2500 ഫീറ്റ് കണ്ട് ഇനി ഇവിടുന്ന് മുകളിലോട്ടാണ് പോകുന്നത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ ഈ വന്നേക്കുന്ന സ്ഥലം നോക്കൂ, എന്ത് മനോഹരമായ വ്യൂ ആണെന്ന്. सारे सफेद हुए साहिलों से लहर तेरी लुट गई, क्यों कौन समझे दर्द तेरे, कौन तुझको
हंसता तो है आंखें मगर खुश क्यों नहीं कौन समझे. നമ്മൾ ഇവിടുത്തെ ഒരു വലിയ മാളിൽ എത്തിയേക്കുവാണ്, മാൾ ഓഫ് അന്താലിയ. അപ്പം ഇവിടുത്തെ കടകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ശരിക്കും അറിയത്തില്ല. പാർക്കിംഗ് വലിയ പാടായിരുന്നു കണ്ടുപിടിക്കാണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത്, ഇത് 2 ഫ്ലോർ പാർക്കിംഗ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം പാർക്ക് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ പയ്യെ മാളിലേക്ക് കയറുകയാണ്. ബാക്കി വിശേഷങ്ങൾ ഓൺ ദ വേ അറിയിക്കാം. ഹലോ, ഞങ്ങളങ്ങനെ എൻഡ് ഓഫ് ദി അന്താലിയ അല്ലെ എൻഡ് ഓഫ് ദി ടർക്കി ട്രിപ്പാണ്. കാറ് ഞങ്ങൾ തിരിച്ചു കൊടുക്കാണ്ട് ഇതാണ് ഹലോ കാർ റെൻ്റ് ഞങ്ങളെടുത്തത്. അപ്പോൾ തിരിച്ച് അവിടെ തന്നെ വന്നു. ഇനിയും ഇവിടെ ഈ വണ്ടിയെ തന്നെ നമ്മൾ എയർപോർട്ടിലോട്ട് ഇറക്കും. അപ്പം അതിൻ്റെ കുറച്ച് ഡിക്കിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും എല്ലാം കിടക്കുവാണ്, അതെല്ലാം എടുക്കാറുണ്ട്. അപ്പം അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ എയർപോർട്ട് പിടിക്കും. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ തിരിച്ച് UK എത്തി. ഞങ്ങൾ ചെറിയൊരു കോഫിക്ക് വേണ്ടി ബ്രേക്കിൽ കയറിയതാണ്. അപ്പം യാത്ര എല്ലാം അടിപൊളിയായിരുന്നു. കുറച്ച് ടയേർഡായി. അങ്ങനെ എൽദോയും ജിജുവും അവിടെ വണ്ടിയിൽ കിടന്ന് ഉറങ്ങുന്നു. പുതിയൊരു സ്ഥലത്തിൻ്റെ പുതിയൊരു വീഡിയോ അടുത്ത സ്ഥലമൊക്കെ ഞങ്ങൾ പുതിയ വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. See you everyone. Thank you. Bye.